ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ് ഇതിൻ്റെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊരു വേറൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സ്ക്വയർ പേപ്പറാണ് വേണ്ടത് ഇതിന്. അപ്പോൾ എൻ്റെ കയ്യിൽ കറക്റ്റ് സ്ക്വയറായിട്ടുള്ളത് ഇല്ലാത്ത കാരണം നമ്മുടെ A4 ഷീറ്റിൻ്റെ കളേർഡ് A4 ഷീറ്റ് ഉണ്ടല്ലോ, അതിന് ഞാൻ സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. 6 ലീഫാണ് എടുത്തേക്കണേ. 6 എന്തായാലും വേണം. 6 കൂടിയാലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് കൂടി കഴിഞ്ഞാലും നമുക്കതിൽ ഉണ്ടാക്കുന്നതിൽ ഒരു ഭംഗി കുറവ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 6 ഒരു 7 നല്ലത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ മടക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു കോർണർ ഭാഗം ജസ്റ്റ് ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂവിൻ്റെ ഒരു ഇതൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. ഇതിപ്പോൾ നമ്മളൊരു ലില്ലിപ്പൂവിൻ്റെ ഒരു മോഡലിലൊക്കെയാണ് വരിക. പക്ഷേ കറക്റ്റ് ലില്ലിപ്പൂവെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു ഇതിലാണ് വരിക, ആ ഒരു മോഡലിലാണ് വരിക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുറേ വീഡിയോസായിട്ട് നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. കൂടാതെ നമ്മൾ കുറേ പിണ്ടി അലങ്കരിക്കാനുള്ളതും റൂം അലങ്കരിക്കാനുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മുടെ ഈ 6 ലീഫും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ കാണിച്ചേക്കണ ഗമ്മ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒട്ടിച്ചത് കേട്ടോ. പക്ഷേ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ജസ്റ്റ് ഇങ്ങനെ പൂവ് ഇങ്ങനെ വളച്ച് കൊടുത്തപ്പോൾ വിട്ടു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും. ഞാൻ ചെയ്ത ഗമ്മ് കുഴപ്പമില്ല തോന്നുന്നു. പക്ഷെ ഞാനത് വെയിറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല പോകുന്നത് കേട്ടോ. ഇതുപോലെ വളച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ 6 ഇതളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ സെൻറ്ററിലൊരു ചെറിയ ഹോളുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളൊരു വടി എടുത്തിട്ട് അതുമ്മേ ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ സാധാരണ കൊടി പിണ്ടിയൊക്കെ കുത്താനായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ കൊണ്ടാണ് അത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു വടിയുമ്മേ പച്ച പേപ്പർ ഞാൻ ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നില്ല ഇതിൽ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പൂവിൻ്റെ സെൻറ്ററിൽ കൂടെ ഈ കോല ഇറക്കി വയ്ക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പൂവാണ്. നമുക്കിതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബൊക്കെ ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഫ്ലവർ വേസൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റണ പൂവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.